പ്രയാസങ്ങൾ തീരെ മറന്നു നന്മകൾ ചെയ്തു നീ ഉള്ളിൽ പുൽക്കൂടൊരുക്കൻ്റെ കുഞ്ഞേ. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, ക്രിസ്മസ് കയ്യെത്തും ദൂരത്തെത്തിക്കഴിഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 20-ാം വാക്യം. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയും കൊണ്ട് ഇടയന്മാർ തിരിച്ചു പോന്നു. അനേകർ ഈ കാലഘട്ടത്തിൽ പറയാറുണ്ട്, ഇന്നലെ പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല, കഴിഞ്ഞ ആഴ്ച എനിക്ക് ഡള്ളായിരുന്നു, ത്യാഗങ്ങളൊന്നും എടുത്തില്ല, ദൈവസന്നിധിയിൽ ഇരുന്നില്ല, പ്രാർത്ഥിച്ചില്ല എന്നൊക്കെ. എന്നാൽ ഇടയന്മാർ നമ്മുടെ മുമ്പിൽ വലിയൊരു കാര്യം ഇന്ന് കാണിച്ചു തരികയാണ്. ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ, ഒരുപക്ഷെ ദിവസങ്ങൾ ഉപവസിക്കുന്നതിനേക്കാൾ ചെയ്യുന്ന ജോലികൾക്കിടയിൽ പ്രാർത്ഥിക്കാൻ ഒരു അഭിഷേകം. ഇടയന്മാർ അവിടെ നിന്ന് പ്രാർത്ഥിച്ചെന്നല്ല, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചെന്നല്ല, 3 ദിവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിച്ചെന്നല്ല, അവര് മടങ്ങിപ്പോകുന്ന വഴിക്കും യാത്രക്കിടയിൽ ഭാരവും വേദനയും സഹിച്ചുകൊണ്ട് കാലുകളിൽ കല്ല് തട്ടുമ്പോഴും മുള്ളുകുത്തി കയറുമ്പോഴും ആ വേദനകൾ നിരന്തരം സമർപ്പിച്ച് കണ്ടിന്യൂവസ് ആയി യാത്രയും ജീവിതവും ജോലിയും ഭാരവും ഒക്കെ അനുഭവിക്കുമ്പോൾ അക്കൂട്ടത്തിൽ ദൈവത്തെ സ്തുതിക്കുക. ഈ ക്രിസ്മസിന് നിങ്ങളൊരു കൃത്യമായ ഒരു തീരുമാനമെടുക്കുക. ചെയ്യുന്ന ജോലികൾക്കിടയിൽ ധാരാളം പ്രാർത്ഥിക്കാൻ സാധിക്കും. ഒരാളിനോട് പറയുന്നു, ഇന്നലെ മുഴുവൻ ജോലി ഭാരമായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചില്ല. മറ്റൊരാൾ പറയുന്നു, കഴിഞ്ഞ ആഴ്ച മുഴുവൻ എനിക്ക് ഓട്ടമായിരുന്നു, ഞാൻ ദൈവത്തെ സ്തുതിച്ചില്ല. സഹോദര, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മടങ്ങാൻ പറ്റും, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജോലി എടുക്കാൻ പറ്റും. ഈ ഒരു പുത്തൻ അഭിഷേകം, ഒരു തീരുമാനവും നിനക്ക് എടുക്കാൻ ഇടയാവട്ടെ. ആമേൻ. ആമേൻ. ആമേൻ.